ആണുകൾ കാമകൊടൂരர்கள் ഇവിടെ ഉണ്ട്. കാമകൊടൂരன்னா கொடூரமான செக்ஸ் பர்வர்ட்ஸ் ഇവിടെ ഉണ്ട്. சரி, இப்போ நான் ஓப்பனாகிட்டு இந்த சேனல் முன்பு சொல்கிறேன். நேஷ்னல் அவார்டு வாங்கின ஆக்டர்ஸுக்கு கூட பிரச்சனைகள் உண்டாயிട്ടുണ്ട്. இப்போ நான் யாரை குறித்து வரேன்னு മനസ്സിലായില്ലേ? நிறையா இருக்குது. இப்போ என்னென்னா ஏதாவது ஒரு பெண்ணு கேஸோ ஏதோ ஒரு கேஸுனால் துபாய்க்கு ஓடி போயிருவீங்க. ஆனாலும் ஆல்ரெடி ரெஜிஸ்டர்ட் கிரிமினல் கேஸுக்கே കേരളത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. എത്രയോ വർഷങ്ങൾ മുമ്പ് ഇത് സങ്കടത്തോടെ ഞാൻ പറയുന്നത്, എത്രയോ വർഷങ്ങൾ മുമ്പ് എത്രയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ് പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ ധൈര്യമായിട്ട് മുമ്പ് വന്ന് ഇത്രയും ഇനിഷ്യേറ്റീവ് എടുക്കുക. It's unprofessional, unethical, and moreover, barbaric. It's barbaric. Yes. Wonderful improvement. If you're bad, I am your dad എന്നും കൂടെ പറഞ്ഞാലോ മാഷേ? വേണ്ടല്ലേ, ജോലി കളയണ്ട. ഓക്കെ. ഇംഗ്ലീഷിൽ ഫയർ ചെയ്യുന്ന ബോസിന് ഒരു ദിവസമെങ്കിലും ഇംഗ്ലീഷിൽ തന്നെ റിപ്ലൈ കൊടുക്കുക എന്നത് ജീവിതാഭിലാഷമാക്കിയ അഭിലാഷിന്റെ ഈ അഭിലാഷം പൂർത്തിയാക്കുന്നത് ഞങ്ങളാണ് ഇംഗ്ലീഷ് കഫേ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. English Cafe presents you the perfect English. We present you the perfect English. WhatsApp now 9633888575. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് 48 മണിക്കൂർ പിന്നിട്ട ശേഷവും ഇതുവരെ മലയാള സിനിമയിൽ നിന്ന് കൃത്യമായ പ്രതികരണങ്ങളൊന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് നടൻ ബാല നമ്മളുമായിട്ട് സംവദിക്കുന്നത്. വെൽക്കം ടു മൈ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സിനിമാ ലോകം കണ്ണടക്കിയാണെന്നുള്ള വിമർശനം പല രീതിയിൽ കേട്ടോണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളോടായിട്ട് സംസാരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ അതായത് ഒരു 4-5 ഇയേഴ്സിൽ പാസ്റ്റിൽ എത്ര രജിസ്റ്റേർഡ് ക്രിമിനൽ കേസസ് ഉണ്ട്? ഉണ്ടോ ഇല്ലയോ? സ്റ്റേഷനിലുണ്ടോ? കോടതിയിലുണ്ടോ? എന്തെങ്കിലും സംഭവിച്ചോ? ഒന്നും സംഭവിച്ചിട്ടില്ല. എത്ര സെലിബ്രിറ്റീസുകളുടെ പേരുണ്ട്? ഉണ്ടോ ഇല്ലയോ? ഉണ്ടല്ലേ? ഉത്തരം പറ. ഉണ്ട്. ഞാൻ പേരെടുത്ത് പറയണമെങ്കിൽ പേരെടുത്ത് പറയാം. ഞാൻ ഒരു കാര്യം തീരുമാനിച്ച് വെച്ചിരിക്കുക. ആസ് എൻ ആക്ടറല്ല, ബാല എന്ന് പറയുന്ന ഒരു ആക്ടറല്ല. ഞാൻ ഫസ്റ്റ് ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്, ന്യായം ആര് വെക്കുമോ അത് പെണ്ണുക്ക് ന്യായമാണെങ്കിൽ തീർച്ചയായിട്ടും അവരോടൊപ്പം ഉണ്ടാവും. അതേ ഒരു ആണിനെ ഹരാസ് ചെയ്യുന്ന അയാളുടെ സെലിബ്രിറ്റി സ്റ്റേറ്റസുക്കും അയാളുടെ പൈസക്കും ഹരാസ് ചെയ്യുന്ന പെണ്ണാണെങ്കിൽ ഡെഫിനറ്റ്ലി പണിഷ്മെൻ്റ് ഉണ്ട്. ഞാനെൻ്റെ സൈഡ് ഉണ്ടാവും, ന്യായമാർക്കോ ആ സൈഡിൽ ഉണ്ടാവും. ഇപ്പോൾ ഞാൻ ഈ നിങ്ങളുടെ ചാനലിൽ വന്നിരിക്കുന്ന ഒരേ ഒരു റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇതെല്ലാം പൂർത്തിയായാലും ഒന്നും നടക്കാൻ പോകുന്നില്ല. അത് എനിക്കും അറിയാം, നിനക്കും അറിയാം. ഇത് സുമ്മാ ഒരു കോമൺ സെൻസോടെ നിങ്ങൾ ആലോചിച്ച് നോക്ക്. എത്രയോ വർഷങ്ങൾ മുമ്പ് ഇത് സങ്കടത്തോടെ ഞാൻ പറയുന്നത്, എത്രയോ വർഷങ്ങൾ മുമ്പ് എത്രയോ കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ഐ അപ്രീഷിയേറ്റ് പെണ്ണുങ്ങളൊക്കെ ഇപ്പോൾ ധൈര്യമായിട്ട് മുമ്പ് വന്ന് ഇത്രയും ഇനിഷ്യേറ്റീവ് എടുക്കുക. നാളെ ഈ സത്യത്തിക്ക് ഒരു പണിഷ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ അവർ ഡിപ്രഷനിലാവും. 100% അവർ തോറ്റുപോകും. അവിടെ നിയമം തോറ്റുപോവുക അല്ലേ? അതാണ് എനിക്ക് ഒരു ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യം. ഒരു ക്രിമിനൽ കേസും ഇതുവരെ അതിലില്ല. അങ്ങനെ വന്നാലും ആൾറെഡി രജിസ്റ്റേർഡ് ക്രിമിനൽ കേസുക്കേ കേരളത്തിൽ ഒരു സ്റ്റെപ്പ് എടുത്തിട്ടില്ല. ஒரு சிறிய இன்சிடென்ட் சொல்கிறேன், ஒரு சின்ன இன்சிடென்ட் நிறையா இருக்குது. இப்போ என்னென்னா ஏதாவது ஒரு பெண்ணு கேஸோ ஏதோ ஒரு கேஸுனால் துபாய்க்கு ஓடி போயிருவீங்க. எப்படி? துபாய்க்கு ஓடி போய் 1 மாதம் இருக்கும். அந்த ரீசன் എന്താ? 1 മാസത്തിൽ നിങ്ങൾ എല്ലാവരും മറന്നു പോകും. എത്ര നാൾ ന്യൂസ് ഇടും? ഒരു 4 ദിവസം 5 ദിവസം 6 ദിവസം. ഇപ്പോൾ അവിടെ പോയി ദുബായിൽ പോയിട്ട് നല്ല കല്ല് കുടിച്ചിട്ട് ജാലിயாக இருக்கேன் துபாயில். அப்புறம் ஜாமீனும் கிட்டும், ஒரு 20-25 ദിവസം ஜாமீன் கிட்டும். அதுக்கப்புறம் ஒரு 10 ദിവസத்தில் பெண்ணினை விழித்து இதை பாருமா காம்ப்ரமைஸ் பண்ணிக்கலாம், உனக்கு ஒரு 20 லட்சம் 30 ലക്ഷം. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇത് ഞാൻ സത്യം തുറന്നു പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. ഞാൻ പെണ്ണുങ്ങളെടുത്ത് ഒരു കാര്യം പറയാണ്, யூ பிகம் ஒரு கேஸ் கொடுத்துருக்கியாப்பா, ஒரு கேஸ் கொடுத்துருக்கணும். ஒரு பெண்ணு ஒரு கேஸுன்னு പറയുമ്പോൾ എவ்வளோ ഗട്ട്സ് വേണം. കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ വീട്ടുകാരെല്ലാവരും അറിയും, നാട്ടുകാരെല്ലാവരും അറിയും. அந்த ப்ராசஸில் ஸ்டேஷன் കയറേണ്ടി വരും, കോടതി കയറേണ്ടി വരും. എല്ലാവരും എന്ത് പറയും? ഇവളോട്
ഇങ്ങനെ പറയുള്ളൂ. அந்த ப்ராசஸ் நீ வந்து 1 வருஷம் 2 வருஷம் 3 வருஷம்னா താങ്ങത്തില്ല അവർ, താങ്ങത്തില്ല. അവസാനം இந்த சொசைட்டி നിയമം என்ன பண்ணுது, അവരെ ചീത്തയാക്കുന്നത്, തെറ്റായിട്ടുള്ള പെണ്ണായി ആക്കുന്നുണ്ട്. എങ്ങനെ സെറ്റിൽമെൻറ്റ് ചൊല്ലി ഔട്ട്സൈഡ് ദ കോർട്ടിൽ കാശ് കൊടുക്കാൻ പറ്റുക, அந்த കാശ് കൊടുത്ത് വാങ്ങിക്കുമ്പോഴാണ് വേശിയാവുന്നത്. അല്ലാണ്ട് വഴിതെറ്റി പോകുന്ന ആ സിറ്റുവേഷനിലല്ല. ഈ നിയമത്തിക്ക് ഒരു 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 റിസൾട്ട് കിട്ടാതെ കഷ്ടപ്പെട്ട് ഈ സൊസൈറ്റി മുമ്പ് നിൽക്കുമ്പോൾ അല്ല, സെറ്റിൽമെൻറ്റ് പോയി കാശ് മേടിക്കുമ്പോൾ ആണ് ചീത്തയാവുന്നത്. വേറെ വഴിയില്ല അവർക്ക്. சரி, இப்போ நான் ஓப்பனாகிட்டு இந்த சேனல் முன்பு சொல்கிறேன். என்னை ஒரு ஏஷியானெட் நியூஸ்லையோ மனோரமா நியூஸ்லையோ என்னை விളിച്ച് ലൈവിൽ ഇടാൻ പറ, ധൈര്യം ഉണ്ടെങ്കിൽ ഇടാൻ പറ. എൻ്റെ ലൈഫിൽ നടന്ന കാര്യം ഞാൻ പറയാം. ഞാൻ ഇതിനു മുമ്പ് ബാല എന്ന് പറയുന്ന വ്യക്തി പേരെടുത്ത് പറഞ്ഞിട്ടില്ല. മറ്റേ ആക്ടേഴ്സ് പോലെ ഒരു വ്യക്തി സിനിമയിലുണ്ട്, ഒരു നടനുണ്ട്, ഒരു പ്രൊഡ്യൂസറുണ്ട്, ഒരു ഒരു എന്താ പറയുക, ഞാൻ പേരെടുത്ത് പറഞ്ഞതാണോ ഇല്ലയോ, മ്യൂസിക് ഡയറക്ടറുണ്ട്, പേരെടുത്തല്ലേ പറഞ്ഞേ. ഇവിടെയും പെണ്ണുകൾ ആണുകളെ പ്രശസ്തിക്ക് വേണ്ടി ചീറ്റ് ചെയ്യുന്ന പെണ്ണുകളുണ്ട്. അതേപോലെ ആണുകൾ കാമകൊടൂരர்கள் ഇവിടെ ഉണ്ട്. കാമകൊടൂരன்னா കൊടൂരமான സെക്സ് പെർവേർട്സ് ഇവിടെ ഉണ്ട്. ഞാൻ എവിഡൻസോട് പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ஒரு പക്ഷേ ഞാൻ കണ്ണ് നിറഞ്ഞ് ഒരു സാരി ഇട്ടിട്ട് ഒരു ചുടിദാർ ഇട്ടിട്ട് வந்து எனக்கு இப்படின்னு சொன்னால் நீங்கள் கேட்டிருப்பீங்க. നടൻ ബാലക്ക് കാശ് ഇருக்கு, ഒരു ആണാണ്, സത്യം തുറന്നു പറയുമ്പോൾ ആരും ശ്രദ്ധിക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞ് വിത്ത് എവിഡൻസ് വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ, വിത്ത് എവിഡൻസ് വോയിസ് ക്ലിപ്പ് ഞാൻ ഇട്ടിട്ടുണ്ടോ ഇല്ലയോ, കേട്ടു മറന്നു. ഇപ്പോൾ ഹീമ കമ്മീഷൻ കേൾക്കുന്നുണ്ട്, മറക്കും. ഇതാ സംഭവിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ ചാലഞ്ച് பண்ணுறேன், എന്നെ നിങ്ങൾ லைவில் கொண்டு வா. யாரும் நான் கொடுக்குற எவிடன்ஸ் இதுவோ நான் லைவில் அப்படியே காட்டுறேன், நம்ம பேசுவோம். காம கொடூரர்கள் யார், അടുത്തവരുടെ കുടുംബத்துக்கு എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, മക്കളും ഭാര്യയും ഒരു കുടുംബം നോക്കാതെ എന്തൊക്കെ ഒരു കുടുംബത്തെ നശിപ്പിച്ചിട്ടുണ്ട്, ഇവിടുത്തെ നിയമം എങ്ങനെ അതിനു വേണ്ടി പ്രതികരിക്കുന്നു, നിയമം ഉണ്ടോ, ക്രൈം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതെല്ലാം ഓപ്പണായിട്ട് സംസാരിക്കാം. ഒരു അരമണിക്കൂർ മതി. எல்லாத்தையும் திறந்து ஒரு ஷார்ட்டாയിട്ട് நான் எல்லாத்தையும் കാണിക്കാം. ചാലഞ്ച്. അതേപോലെ ഒരു റിക്വസ്റ്റ് മാത്രം മീഡിയക്കും എല്ലാവർക്കും പറയുന്നു. നിങ്ങളെല്ലാവരും ഞാൻ ചാനൽ എടുത്ത് നോക്കുമ്പോൾ വലിയ വലിയ ആളുകളുടെ പേര് ലിസ്റ്റ് பார்க்காம നിങ്ങളെ ഡിസൈഡ് பண்ணி പറയുന്നത്, അത് ചെയ്യരുത്. ரொம்ப ചീപ്പായിട്ടുള്ള കാര്യം. ഒരു വലിയ ഒരു പ്രൊഡ്യൂസറോ ഒരു വലിയ ഒരു നടനോ അവരൊക്കെ ഇത്രയും അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ സിനിമ ദൈവമായിട്ടാണ് കാണുന്നത്. അഥവാ അവർക്ക് കുടുംബத்துக்கு അപ്പുറം പോയി സെക്സ് വെക്കണമെന്നാൽ സിനിമാനുള്ളൊരു മേഖല കൊണ്ട് മാത്രമാണ് പോയി സെക്സ് വെക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? കാശും പ്രശസ്തിയും ഉണ്ട്, സെക്സ് വേണമെങ്കിൽ അബ്രോഡിൽ പോയിട്ട് സേഫായിട്ട് വെച്ചിട്ട് വരാം. എന്തിനാ ഇത്രയും റിസ്ക് എടുത്ത് അതും സ്വന്തം തൊഴിലിൽ വന്ന് ചെയ്യണം? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അവർ പ്രശസ്തി ഉള്ളത് കൊണ്ട് അവർ മാത്രം ടാർഗറ്റ് பண்ணாதீங்க. അതിൻ്റെ ആവശ്യമില്ല. പേഴ്സണലി എനിക്ക് അറിയുന്ന സൂപ്പർ സ്റ്റാർസിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് വേദന വരുന്നുണ്ട്. അതിൻ്റെ താഴെ ഇരിക്കാൻ പറ്റിയാ, അത് മുകളിലും ഇല്ല, ഒറ്റും താഴെയില്ല, നടുക്ക് നിൽക്കാൻ പറ്റിയാ, അവൻ தான் മാക്സിമം തെറ്റ് பண்ணுறான். അത് പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ കേസ് പോയിട്ടുണ്ട്, കോടതിയിൽ രജിസ്റ്റർ ആയിട്ടുണ്ട്, 4 വർഷമായിട്ട് കേസ് നടക്കുന്നുണ്ട്. ഒരു പിന്നാക്കും ഇവിടെ നടന്നിട്ടില്ല. പിന്നെയാണ് നിങ്ങളുടെ ഹേമ കമ്മീഷൻ. ഇപ്പം നിലവിൽ പറയുന്ന ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ എന്താണ് ചൈൽഡ് അബ്യൂസ് അടക്കമുള്ള പല സംഗതികളും പ്രേക്ഷക സമൂഹത്തെ നെട്ടിച്ച സംഗതിയാണ്. ഞാനിതൊക്കെ ഇപ്പോൾ സംസാരിക്കുന്നത് എന്താണെന്നറിയാം, ഹേമ കമ്മീഷനെ കുറിച്ച് ഞാൻ പുച്ഛമായിട്ടല്ല സംസാരിക്കുന്നത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കണം. എൻ്റെ മനസ്സിലൊക്കെ ആതങ്കത്തെയാണ് ഞാൻ പറയുന്നത്. ഇപ്പോഴെങ്കിലും ഒരു ആക്ഷൻ എടുക്കണം. അതിനു വേണ്ടിയാണ്, നിങ്ങളെ ദേഷ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ആക്ഷൻ വരണം. മുമ്പുള്ള കേസ് കൊണ്ടിട്ട് നടന്നില്ലേ, ഇപ്പോഴെങ്കിലും എന്തെങ്കിലും സംഭവിക്കണം. പക്ഷേ നിയമം എന്ന് പറയുന്നത് ഒരു മാറി ഇരിക്കുക, നിയമമില്ല. ഇപ്പം നിലവിൽ മലയാള സിനിമയിൽ 15 അംഗ യഥാർത്ഥ പവർ ഗ്യാങ് ഉണ്ടെന്ന അർത്ഥത്തിലേക്കുള്ള പഠനവും കൂടെയാണ് ഇതിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പം അത് അങ്ങനത്തെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ എന്നെങ്കിലും, ഒരു ഗ്യാങ് ഉണ്ടെന്ന്? அதான் சொல்கிறேன், லைவில் கொண்டு போவோம்.
ஒரு ஏஷியநெட் நியூஸ் லைவ் இல்லையா, மனோரமா நியூஸ் லைவ் இல்லையா, பேசுவோமே. നാഷണൽ അവാർഡ് വാങ്ങുന്ന ആക്ടേഴ്സ് കൂടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം ഞാൻ ആരെ കുറിച്ച് പറയാൻ മനസ്സിലായില്ലേ? ശരി, തമിഴ്നാട് കേരള വിട്ടല്ല, തമിഴ്നാട്ടിൽ എவ்வளோ കേസ് ഇருக்கு? എന്തെങ്കിലും സംഭവിച്ചോ? കർണാടകയിൽ ഇല്ലയാ? ഒരു ഏറ്റവും ടോപ്പ് മോസ്റ്റ് എൻ്റെ പേരിലിരിക്കുന്ന ഒരു ആക്ടർ, എൻ്റെ പേരിലിരിക്കുന്ന ഒരു തെലുങ്ക് ആക്ടർ ഇല്ലയാ? ന്യൂസ് ഫുള്ളാக പുറത്ത് വന്നല്ലേ. പക്ഷേ ഇതുപോലെ ന്യൂസൊക്കെ വരുന്നുണ്ട്. എൻ്റെ ചോദ്യം ഒന്നേ ഉള്ളൂ, കേസ് ഉണ്ടോ ഇല്ലയോ, ആ കേസ് എടുക്കാനുള്ള ഒരു പ്രൊസീജിയറുണ്ട്. അതൊക്കെ இந்த കമ്മിറ്റി റിപ്പോർട്ടിൽ കൊണ്ട് ആ കേസ് എടുക്കാൻ പറ്റുമോ? അങ്ങനെ എടുത്താലും നിയമപരമായിട്ട് അത് കേസ് രജിസ്റ്റർ ആയാലും അവർക്ക് ശിക്ഷ കിട്ടുമോ? അതിനുള്ള വകുപ്പ് കേരളത്തിലെങ്കിലും ഉണ്ടോ? കാരണം തമിഴ്നാട്ടിലല്ല, വേറെ സ്റ്റേറ്റിലല്ല, ഇവിടെങ്കിലും ഉണ്ടായാൽ നന്നായിരിക്കുന്നു. ഇപ്പം ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യുക. ഈ ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആസ്പദമാക്കി തന്നെ ചോദിക്കുകയാണെങ്കിൽ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മുന്നോട്ട് വെക്കുന്ന സംഗതി മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കോച്ച് ഉണ്ട് എന്ന അർത്ഥത്തിൽ തന്നെയാണ്. അതിൽ വിശ്വസിക്കുന്നുണ്ടോ? മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കോച്ച് ഉണ്ടോ? ഇപ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ട്, ഇപ്പോൾ കാസ്റ്റിംഗ് കോച്ചൊക്കെ ഉണ്ട്. ഇപ്പോൾ വേറെ ഒരു ന്യൂസ് കാണുമ്പോൾ ഞാൻ ഞെട്ടിപ്പോകുന്നുണ്ട്. പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ ആർക്കും അറിയാത്ത ഒരു ചിന്ന ഇൻസിഡൻറ്റ് ഞാൻ പറയാൻ. പ്രീതി സിന്ധാന്ന് ഒരു ഹിന്ദി നടിക്കുന്നുണ്ട്. അന്ന് നിങ്ങൾ 15 ഗാങ്ങെല്ലാം ഇപ്പം ചുമ്മാ പറയുന്നുണ്ട്, നമുക്കറിയില്ല. പവർ ഗാങ് അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്ന ആളല്ല. പക്ഷേ ദാവൂദ് ഇബ്രാഹിം എല്ലാവർക്കും അറിയാലോ. ഒരു കാലഘട്ടത്ത് പറഞ്ഞു നടന്ന എല്ലാ ആക്ട്രஸையும் വിളിക്കും, പോയിരിക്കണം. അത് സിനിമ ബന്ധം, അത് ഇൻ്റർനാഷണൽ ഡോണാണ്. പ്രീതി സിന്ധാന്ന് പറയുന്ന നടി ഓപ്പണായിട്ട് പറയുന്നു, ഞാൻ നടിയേക്കാളും എനിക്കൊരു ക്യാരക്ടറുണ്ട്, ഡിഗ്നിറ്റി ഇല്ലാണ്ട് ഞാൻ ജീവിക്കില്ല പോടാന്ന് പറഞ്ഞു. അങ്ങനെയും പ്രതികരിക്കുന്ന ആളുകളുണ്ട്, ധൈര്യമായിട്ട് പ്രതികരിക്കുന്ന ആളുകളുണ്ട്. സൗത്ത് ഇന്ത്യയിലും ഉണ്ട്, കേരളത്തിലും ഉണ്ട്, തമിഴ്നാട്ടിലും ഉണ്ട്. അവരെ കോൺസെൻട്രേറ്റ് ചെയ്യുക. പക്ഷേ സിനിമയിലുള്ള അവസരം അവർ വിശ്വസിക്കുന്ന, ഇത്ര നാളും വിശ്വസിച്ച കരിയർ തന്നെ ഇല്ലാവുന്നൊരു സിറ്റുവേഷനിലേക്ക് ഈ പറഞ്ഞിട്ടുള്ള ഇപ്പം നിഷേധിക്കുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു പവർ ഗ്യാങ് കൊണ്ടുവന്ന് കരിയർ തന്നെ ഇല്ലാതാക്കുമെന്ന രീതിയിലാണ്. തിലകൻ സാറിൻ്റെയൊക്കെ ബേസിക്കലി ഉദാഹരണമായിട്ടൊക്കെയാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത് ഈ കമ്മീഷൻ. ഒരാളുടെ വളർച്ചയെ ഒരാൾക്ക് തടയാൻ പറ്റില്ല, അവരെ വേദനിപ്പിക്കാൻ പറ്റും, വേദനിപ്പിച്ചിട്ടുണ്ട്, 100% ഉണ്ട്. ഞാൻ തന്നെ ഒരു ചില ഇൻസിഡൻസിലൊക്കെ കണ്ടു. ഇവിടെ മാത്രമല്ല, അപ്പോൾ എല്ലായിടത്തിലും ഉണ്ട്. അത് പവർ ഗ്യാങ് ഒരു ആർഗനൈസേഷൻ എന്ന് പറയണ്ട. ഇപ്പോൾ ഒരു ആക്ടർ വിചാരിക്കുക, മേലിരിക്കുക, இந்த ആക്ടർ എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, വേണ്ട ഈ പടത്തിലെന്ന് പറയാം. ഓക്കെ, அந்த സെൽഫ് ഗ്രഡ്ജിൽ അവർ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും കംപ്ലയിൻറ്റ് കൊടുക്കാം. ഓക്കെ, ചില ക്യാരക്ടേഴ്സ് അവസാന നിമിഷം വരയ്ക്കും ഇവരാണ് ഹീറോയിൻ ഇരിക്കും. ലാസ്റ്റ് മിനിറ്റിൽ വേണ്ട இந்த ക്യാരക്ടർ സെറ്റ് ആവുന്നതിന് പുറത്താക്കും, അവർ വെയിറ്റ് ചെയ്യും. ആ പടം ഭയങ്കര ഹിറ്റാവും. അതിൽ ഹിറ്റായ കഥാപാത്രം വലിയ സ്റ്റാറായിരിക്കും. ഒരു പക്ഷേ എനിക്ക് அந்த കഥാപാത്രം കിട്ടിയിരുന്നെങ്കിലോ സെൽഫ് ഗ്രഡ്ജ് വരും. അതുകൊണ്ട് ഉണ്ടാവുന്ന റിപ്പോർട്ട് ശരിയാവണമെന്നില്ല. ഞാൻ പറയുന്നത് സെക്ഷുവൽ ഹറാസ്മെൻറ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നടപടി എടുക്കണം. അത് ഹീമ കമ്മിറ്റിയെ കൺസിഡർ ചെയ്യണം. സെക്ഷുവൽ അത് എന്നங்கிறது നമുക്ക് ചോദിച്ചിട്ട് അതിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള വകുപ്പ് ഉണ്ടാക്കണം. അങ്ങനെ രജിസ്റ്റർ ചെയ്താൽ അതിക്ക് ശിക്ഷ കൊടുക്കാനുള്ള വകുപ്പ് ഉണ്ടാക്കണം. ഇതെല്ലാം ചെയ്യണം. ചെയ്യാതെ വെറുതെ ഒരു കമ്മിറ്റി റിപ്പോർട്ട് വെറുതെ പറഞ്ഞാൽ உங்களுக்கு എല്ലാവർക്കും സന്തോഷം, എല്ലാ മീഡിയാസുക്കും ന്യൂസായി, അത്രയേ ഉള്ളൂ. എവിടെയും ഒരു പുണ്ണാക്കും നടക്കാൻ പോകുന്നില്ല. കാരണം നിലവിൽ കേൾക്കുന്ന മക്കളെ നന്നായി കേട്ടോളൂ, നിലവിൽ രജിസ്റ്റേർഡ് കേസിക്ക് ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. വർഷങ്ങളായിട്ട് നടക്കുന്ന രജിസ്റ്റേർഡ് കേസ്, കോടതിയിൽ നടക്കുന്ന കേസുക്ക് ഇതുവരെ നിയമം കിട്ടിയിട്ടില്ല. താങ്ക് യു സോ മച്ച്.